മക്രോണി നമുക്കൊന്ന് വെറൈറ്റി ആക്കിയാലോ? നല്ല ചൂട് എണ്ണയിൽ പൊരിച്ചെടുത്ത് നല്ല കറുമുറാന്ന് കഴിച്ചാലോ? ചൂട് കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ മക്രോണി മസാലയിലാക്കിയിട്ടല്ലേ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതാ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് മാറ്റി പിടിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്രയാണോ മക്രോണി വേണ്ടത് അത്ര നമ്മൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സാധാരണ പോലെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ ചതച്ച വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് സോയാ സോസ്, പിന്നെ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ കുഴച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കൈ കൊണ്ട് തന്നെ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം. എന്നാലും നല്ല കറുമുറാന്നുള്ള സ്നാക്കായിട്ട് നമുക്കിത് കിട്ടുള്ളൂ. അപ്പം ഇനി ഇത് ചൂട് പാത്രത്തിലിട്ട് ചൂട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മയോണൈസും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ, മയോണൈസ് ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം. മയോണൈസ് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ടേസ്റ്റ് ആയിരിക്കും. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം. താങ്ക്